കഴിഞ്ഞ 2 വർഷം കൊണ്ട് കേരളത്തിൽ 4 ലക്ഷത്തോളം പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത്. എത്രയോ കുഞ്ഞുങ്ങൾ കടിയേറ്റു മരിച്ചു, മുതിർന്നവർ. പക്ഷേ ഇവിടെ എല്ലാ ഭൂതന്മാരും ഉറക്കമായിരുന്നു. അത് കണ്ട ഭാവം നടിക്കില്ല. കാരണം എന്താണ്? ഈ ഭൂതന്മാരെല്ലാം 40-50 വണ്ടിയുടെ അകമ്പടിയോടുകൂടി 3-4 വണ്ടിയാണ്, അല്ലെങ്കിൽ ഹെലികോപ്റ്ററുണ്ട്. പിന്നെ ഒരു മെഡിക്കൽ ടീം ഉണ്ട്, ഡോക്ടറും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ആയുള്ള ടീം, പിന്നെ ആംബുലൻസ്. അപ്പോൾ ഒരു തെരുവ് നായ്കളെ ഇവർ കാണത്തില്ല, കാരണം അവർ പറക്കുകയാണ്. ഇവരുടെയൊക്കെ കൊട്ടാരങ്ങളുടെ മുറ്റത്തും നായ്ക്കൾ എത്തില്ല, കാരണം അത്രമാത്രം സുരക്ഷിതമാണത്. ഇസഡ് കാറ്റഗറിയാണ്. പക്ഷേ നമ്മൾ സാധാരണ ജനങ്ങൾ ഇതിനോട് മല്ലിട്ടാണ് ഓരോ ദിവസവും ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നത്. കുറുകച്ചാടൽ. 2 വീലറുകാരൻ്റെ കാര്യം ഗതികേടാണ്. റോഡിൽ വീണ് കഴിഞ്ഞാൽ നടുവൊടിയും, അല്ലെങ്കിൽ മരിക്കും എത്രയോ പേർ. പക്ഷേ ഒരു കുലുക്കവുമില്ല. സുപ്രീം കോടതിയുടെ ഐതിഹാസികമായ ഒരു വേർഡിക്റ്റ് വന്നിട്ട് കൂടി ഈ മന്ത്രി എം വി രാജേഷൻ പറയുക, അതൊന്നും സാധ്യമല്ലെന്ന്. പക്ഷെ അവർക്ക് സാധ്യമാവുന്നുണ്ട്. അവർക്കറിയാവുന്ന പണി. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ പാവാടയുണ്ടെങ്കിൽ അതും കൊത്തിപ്പിടിച്ചോണ്ട്, അല്ലെങ്കിൽ വാടകയ്ക്കെടുത്തുകൊണ്ട് അവർ സൃഷ്ടിക്കും. അവർ വാടകയ്ക്കെടുക്കും. അവർ അതിജീവിതമാരെ വാടകയ്ക്കെടുത്തുകൊണ്ട് വന്ന് അവർ ചോറും ചൊല്ലും കൊടുക്കും. ഇതവരുടെ കാലങ്ങളായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. യഥാർത്ഥ പ്രശ്നങ്ങൾ അവർ ചർച്ച ചെയ്യരുത്. അതിന് അജണ്ട അവർ സെറ്റ് ചെയ്യും. കാരണം മുണ്ടില്ലാതെ നിൽക്കുന്നവൻ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വരുന്ന എല്ലാ ഇടതും വലതും BJP-കാരനോടും ചോദിക്കേണ്ടതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തെരുവ് നായ്ക്കൾ ചെയ്യുന്ന ശല്യങ്ങൾ, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഏതു സമയവും ആക്രമണം ഉണ്ടാവാം. അപ്പോൾ ഇതിനെന്ത് പരിഹാരം നിങ്ങൾ കൊണ്ടുവന്നു? പന്നികളുടെ ശല്യം പല ജില്ലകളിലും, അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ നേരിടുന്ന വന്യമൃഗശല്യം, പൊട്ടക്കുളമായി കിടക്കുന്ന റോഡുകൾ, ഇതിനൊക്കെ നിങ്ങൾ പരിഹാരം, പഞ്ചായത്തുകളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എന്ത് പരിഹാരമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അത് പൂർത്തീകരിച്ചിട്ട് മതി വോട്ട് തേണ്ടി വരുന്നത്. ഇവിടെ ഏതെങ്കിലും സ്ത്രീകളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുത്സിതം ഇറക്കിക്കൊണ്ട്, അതല്ല നമ്മളുടെ വിഷയം. നമ്മളുടെ വിഷയം നമ്മളെ നിത്യജീവിതത്തിൽ ഗ്രസിക്കുന്ന ഇഷ്യൂസാണ്. അത് ചർച്ച ചെയ്യേണ്ടതാണ്. അത് ചർച്ച ചെയ്യാൻ ഇവന്മാരോട് പറഞ്ഞേ മതിയാവും. അല്ലെങ്കിൽ വോട്ടില്ല എന്ന് എഴുതി വെക്കേണ്ട സമയം കഴിഞ്ഞു.